കൊച്ചി കോർപ്പറേഷൻ ആര് ഭരിക്കണമെന്ന് ഇത്തവണ എൻഡിഎ തീരുമാനിക്കുമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ.എസ്. ഷൈജു. മികച്ച മുന്നേറ്റം ബിജെപിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകും. പാർട്ടിയിൽ നിന്നും രാജിവെച്ച് റിബലായി മത്സരിക്കുന്ന മുതിർന്ന അംഗം ശ്യാമള എസ്. പ്രഭുവിന് ബിജെപി നിരവധി അവസരങ്ങൾ നൽകിയതാണെന്നും കെ.എസ്. ഷൈജു പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപി എൻഡിഎ കൂടുതൽ പ്രതീക്ഷകൾ അർപ്പിക്കുന്നത് എറണാകുളം ജില്ലയിൽ കൊച്ചി കോർപ്പറേഷനിലാണ്. കൊച്ചി കോർപ്പറേഷനിൽ 5 സീറ്റുകൾ ഉണ്ടായിരുന്നത് ഇത്തവണ അത് ഇരട്ടിയിലധികത്തിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇവിടെയും റിബലുകളുടെ പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ ചില സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പറ്റിയില്ല എന്നെല്ലാം തന്നെ പറയുന്നു. നമുക്കൊപ്പം തന്നെ കെ.എസ്. ഷൈജു ജില്ലാ പ്രസിഡന്റ് ചേരുകയാണ്. എന്താണ് കൊച്ചി കോർപ്പറേഷനിൽ ഉള്ളൊരു പ്രതീക്ഷകളും കാര്യങ്ങളും? വലിയ മുന്നേറ്റം ഉണ്ടാക്കും. വലിയ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ ബിജെപിയെ മാറ്റി നിർത്തിക്കൊണ്ട് കൊച്ചിൻ കോർപ്പറേഷനിലെ 2 മുന്നണികൾക്കും എൻഡിഎയുടെ സാന്നിധ്യം അത്രയും വലുതാണ്. കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും മുന്നണികൾക്ക് എൻഡിഎയുടെ സ്ഥാനാർത്ഥികളെ എൻഡിഎയുടെ കൗൺസിലർമാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കാര്യവും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന നിലയ്ക്ക് ഞങ്ങളുടെ നമ്പർ ഉയരും. നമ്പറൊന്നും പ്രഖ്യാപിക്കുന്നില്ല. അതൊരു തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെ പ്രഖ്യാപനം നല്ലതല്ല എന്നൊരു വിലയിരുത്തലിൻ്റേത്. അതായത് എൻഡിഎ കൂട്ടാതെ ഒരു ഭരണ സംവിധാനം ഉണ്ടാവില്ല എന്നല്ലേ? ഒന്നില്ലെങ്കിൽ ഇന്ത്യ സഖ്യം കൊച്ചിൻ കോർപ്പറേഷൻ യാഥാർത്ഥ്യമാകും, അല്ലെങ്കിൽ ഞങ്ങൾ ഭരിക്കും, എൻഡിഎ ഭരിക്കും. ആ നിലയിലേക്കുള്ള നമ്പറായിരിക്കും കൊച്ചി കോർപ്പറേഷൻ ഉണ്ടാകാൻ പോകുന്നത്. ഈ ഒരു ആത്മവിശ്വാസത്തിനിടയിലും ചോദിക്കുകയാണ്, പല വാർഡുകൾ ഏതാണ്ട് 5 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പറ്റിയില്ല എന്നൊരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അല്ല, കണ്ടെത്താൻ പറ്റാത്ത വാർഡുകളെക്കുറിച്ച് നിങ്ങൾ പരിശോധിക്കണം. ഒന്ന് മട്ടാഞ്ചേരി, ഈരവേലി. മട്ടാഞ്ചേരി, ഈരവേലി 2 ഡിവിഷനുകളിലെ 4 ബൂത്തുകൾക്ക് ഞങ്ങൾക്ക് ഒരു വോട്ട് പോലും കിട്ടാത്ത ബൂത്തുകൾ പോലും അവിടെ ഉണ്ട്. മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയ. ആ ഏരിയയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വോട്ട് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യമൊക്കെ മാറ്റുണ്ടാവാം. അതുകൊണ്ട് ഞങ്ങൾ കാര്യമായി ശ്രദ്ധിക്കാതെ പോയ 2 ഡിവിഷനിൽപ്പെട്ടതാണ് ഈ 2 ഡിവിഷനുകൾ. മറ്റേ 2 ഡിവിഷനുകളിലെ ഒന്ന് പട്ടികജാതി സംവരണ മണ്ഡലമാണ്. അവസാന നിമിഷം നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള ടോക്കൺ 3 മണിക്ക് ടോക്കൺ എടുത്തിട്ട് പോലും നോമിനേഷൻ കൊടുക്കാൻ പറ്റാതെ പോയ 2 ഡിവിഷനുകളാണ് മറ്റു 2 പേരും. ഞങ്ങൾക്ക് കാര്യമായിട്ടുള്ള സംവിധാനങ്ങളുള്ള മറ്റ് ഡിവിഷനുകളിൽ കൊച്ചിൻ കോർപ്പറേഷൻ 71 ഡിവിഷനുകൾ എൻഡിഎ മത്സരിക്കുന്നു. BDJS, ശിവസേന, NPP, നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് ഞങ്ങൾ മത്സരിക്കുന്നു. ആ സ്ഥലങ്ങളിൽ കാര്യമായി ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ജയിക്കാൻ സാധ്യമാകുന്ന ഡിവിഷനുകൾ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പ്രവർത്തകർ തയ്യാറാക്കിയ ലിസ്റ്റുണ്ട്. അതിനുവേണ്ടിയുള്ള കഠിനമായിട്ടുള്ള പ്രയത്നങ്ങൾ മുന്നണിയിലെ എല്ലാ നേതാക്കന്മാരും, ഞങ്ങളുടെ പ്രവർത്തകന്മാർ, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തകന്മാരും അതിനുവേണ്ടിയുള്ള കഠിനമായിട്ടുള്ള പ്രയത്നമാണ്. അതുകൊണ്ട് അവിടെ നിർത്താത്തത് അതൊരു ചർച്ചയ്ക്ക് എടുക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. അല്ല, സ്വാഭാവികമായിട്ട് ജയസാധ്യതയുള്ള വാർഡുകളിലാണല്ലോ ഞങ്ങൾ കൂടുതൽ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ BJP മാത്രമായിരിക്കില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നോമിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് ശ്രദ്ധിക്കുന്നത് ജയസാധ്യതയുണ്ട്, 100% ജയിക്കും എന്നുള്ള വാർഡുകളിലും ജയിക്കാൻ സാധ്യതയുള്ള വാർഡുകളിലുമായിരിക്കും സ്വാഭാവികമായിട്ടും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ 2 മുന്നണികളിലും പെട്ട ആളുകൾ, ഞാൻ പരസ്യമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല, 2 മുന്നണികളിലും പെട്ട ആളുകൾ, LDF-ൻ്റെയും UDF-ൻ്റെയും മുന്നണിയിൽപ്പെട്ട ആളുകൾ ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. അത് ഏത് രീതിയിലാണ് അത് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് വരും ദിവസങ്ങൾ ഞാൻ പ്രഖ്യാപിക്കാം. തുറന്ന് പറയാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷവും ഉണ്ടല്ലോ പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇത് സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞാൽ ഇവിടെ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഭരണസമിതി രൂപീകരിക്കുന്നത് വരെയുള്ള സമയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് ഈ 2 കൂട്ടരോടും, ഈ കോൺഗ്രസിൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നേതൃത്വത്തിനോട്, അവരുടെ സംഘടനാ കാഴ്ചപ്പാടിനോട്, അവരുടെ നയസമീപനങ്ങളോട്, സ്ഥാനാർത്ഥികൾക്ക് പോലും എതിർപ്പ് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ കാര്യം പറയേണ്ടതുണ്ടോ? ഞാനത് പരസ്യമായിട്ട് പല കാര്യങ്ങളും ഞാൻ പറയുന്നില്ല, അത് ശരിയല്ല. അപ്പോൾ വരും ദിവസം നമുക്ക് കാണാം. ഏതായാലും അത്തരമൊരു അത്ഭുത കാഴ്ചകൾക്ക് വെയിറ്റ് ചെയ്യുമ്പോഴും ഇടയ്ക്ക് ചോദിക്കുകയാണ്, കൊച്ചി കോർപ്പറേഷനിലെ BJPയുടെ മുഖം എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കാവുന്ന വളരെയധികം കാലം കൗൺസിലറായിരുന്ന ശ്യാമള പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് റിബലാവുകയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യം കൂടി അഭിമുഖീകരിക്കുന്നുണ്ട്. അല്ല, ശ്യാമള പ്രഭു ഞങ്ങളുടെ ഒരു സീനിയർ നേതാവായിരുന്നു. അവർ ദീർഘകാലം 6 ടൈം കൊച്ചി കോർപ്പറേഷൻ BJPയുടെ ഫേസ് ആയിരുന്നു. ഒരു കാര്യം ആലോചിക്കണം, 6 ടൈം ഫേസ് ആയിരുന്നു എന്ന് പറയുമ്പോൾ ഒരേ വാർഡിൽ നിന്ന് തന്നെയാണ്. സംവരണം വന്നപ്പോൾ മറ്റു വാർഡിലേക്ക് മാറി നിൽക്കുവാനോ അല്ലെങ്കിൽ അവിടെ വേറൊരാളെ മത്സരിപ്പിക്കുവാനോ ഉള്ള ഒരു ശ്രമം ശ്യാമള ചേച്ചിയും നടത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും 6 ടൈം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ശ്യാമള ചേച്ചി സ്വമേധയാണ് കഴിഞ്ഞ വർഷം രഘുറാമിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞത് ശ്യാമള ചേച്ചിയായിരുന്നു. ആ ശ്യാമള ചേച്ചി വീണ്ടും 5 വർഷം കഴിയുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ 5 വർഷം രഘുറാമിൻ്റെ കൗൺസിലർഷിപ്പ് കഴിഞ്ഞു. അപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് പറയുമെന്ന് ഞങ്ങളത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് പാർട്ടി സംസ്ഥാന ഘടകം, അതിനെക്കുറിച്ച് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ആളുകൾ സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ചേച്ചിയുമായി സംസാരിച്ചു. നല്ലൊരു ആത്മബന്ധമുള്ള ഒരു കുടുംബമാണ് ശ്യാമള ചേച്ചിയുമായിട്ട് സംസാരിച്ചു. പക്ഷേ ഇന്നലെ വരെ അവരുടെ നോമിനേഷൻ പിൻവലിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അതിനെക്കുറിച്ചും അറിയില്ല. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ ശ്യാമള ചേച്ചിയുടെ ഡിവിഷൻ, ആ 7ാം ഡിവിഷൻ, പഴയ 7ാം ഡിവിഷൻ ഇന്നിപ്പോൾ ചെറുളായി ഡിവിഷൻ 5ാം ഡിവിഷനായി മാറുമ്പോൾ ആ ഡിവിഷനിൽ റിബൽ എന്നല്ല ആര് വന്നാലും താമരയ്ക്കാണ് അവിടെ വോട്ട്. താമര ചിഹ്നത്തിന് ആര് മത്സരിച്ചാലും
വലിയ ഭൂരിപക്ഷത്തോടുകൂടി 2/3 ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു മണ്ഡലമാണ് BJP സംബന്ധിച്ച്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു ആശങ്കയുമില്ല. മറ്റ് ഡിവിഷനുകളിലൊന്നും ഈ കുഴപ്പങ്ങളൊന്നുമില്ല. അതെല്ലാം ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളെല്ലാം ഞങ്ങൾ സംസാരിച്ച് തീർത്ത് എല്ലാ ഡിവിഷനുകളിലും വളരെ സഹകരണത്തോടുകൂടി വളരെ ആത്മാർത്ഥത്തോടുകൂടി എല്ലാവരും നേതാക്കന്മാരും പ്രവർത്തകരും ഘടകകക്ഷികളും എല്ലാവരും ഒരേപോലെ ഇറങ്ങുന്ന ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാലങ്ങളിലൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് വലിയ പ്രതീക്ഷകളാണുള്ളത്. മറ്റ് രണ്ട് മുന്നണികളിലുമുള്ള പടലപ്പിണക്കങ്ങൾ എങ്ങനെ BJPക്ക് അനുകൂലമാക്കാം, NDAക്ക് അനുകൂലമാക്കാം എന്ന വലിയ ചിന്തയിലാണ് ഞാനിപ്പോൾ. എന്തായാലും വലിയ ആത്മവിശ്വാസമാണ് ജില്ലാ പ്രസിഡന്റും അതോടൊപ്പം തന്നെ BJP NDA ക്യാമ്പുകൾക്കെല്ലാം തന്നെയുള്ളത്. കൊച്ചി കോർപ്പറേഷനിൽ ഇത്തവണ അത്ഭുതങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ അദ്ദേഹം പ്രവചിക്കുകയും ചെയ്യുന്നു. ഏതായാലും അത് കാത്തിരുന്ന് കാണാം. ക്യാമറമാൻ KP ധാനേഷിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18 കൊച്ചി.